സത്യം പറഞ്ഞാല് എന്റെ ആദ്യത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മടി, പേടി ഒക്കെ ആയിരുന്നു. കാരണം ഞാൻ ഇപ്പോഴും ശരിയായിട്ടില്ല, ഞാൻ ഒന്നുകൂടി പെർഫെക്റ്റ് ആയതിനു ശേഷം തുടങ്ങാം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ പിന്നെ ആണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ അങ്ങനെ കാത്തിരുന്നാൽ ഒരിക്കലും തുടങ്ങാൻ പോകുന്നില്ല. തുടങ്ങുന്നവർ മാത്രമേ വിജയിക്കുന്നുള്ളൂ. ആദ്യത്തെ വീഡിയോ ഭയങ്കര മോശമായിരുന്നു, രണ്ടാമത്തെ വീഡിയോ അതേപോലെ തന്നെ. പക്ഷെ ആദ്യത്തെ വീഡിയോയിൽ എന്റെ സൗണ്ട് ക്വാളിറ്റി മോശം ഉണ്ടായിരുന്നു, എന്റെ സംസാര രീതി ശരിയാണെന്ന് എനിക്ക് തന്നെ തോന്നിയിരുന്നില്ല. എന്നാൽ അതിൽ നിന്ന് വന്ന കമന്റ്സ്, അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് വന്ന കമന്റ്സും ഒക്കെ എനിക്ക് വളരെയധികം ഊർജം നൽകി. നമ്മൾ എപ്പോഴും പഠിക്കാൻ തുടങ്ങുന്നത് ഒരു കുഞ്ഞ് പഠിക്കുന്നത് പോലെ, കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് ഒരിക്കലും അത് പൂർണ്ണമായും എല്ലാം തികഞ്ഞിട്ടില്ല. വീണ് വീണ്ടും എഴുന്നേറ്റ് വീണ്ടും വീണ് അങ്ങനെയാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാര്യം. അതുകൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആയതിനു ശേഷം തുടങ്ങാം. പലരും കരുതുന്ന പോലെ എല്ലാം പെർഫെക്റ്റ് ആയതിനു ശേഷം തുടങ്ങാം, അല്ലെങ്കിൽ നല്ല ക്യാമറ വെട്ടെ, നല്ല സ്പീക്കർ വേണം, നല്ല ലൊക്കേഷൻ വേണം, സ്റ്റുഡിയോ സെറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് സമയം കളഞ്ഞ് നിൽക്കുന്നതിന് പകരം തുടക്കം കുറിക്കാൻ നോക്കുക. അതായത് തുടങ്ങിയതിന് ശേഷമേ നമുക്ക് വളരാൻ കഴിയുള്ളൂ, അല്ലാണ്ട് വളർന്നതിന് ശേഷം നമുക്കൊന്നും തുടരാൻ കഴിയുന്നില്ല. ഇതുവരെ നമ്മുടെ ജീവിത യാഥാർത്ഥ്യത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവില്ല. അതായത് തുടക്കമാണ് വളർച്ചയുടെ താക്കോൽ എന്ന് പറയാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കും എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇത് ചെറിയ കാര്യമായിക്കൊള്ളട്ടെ, ആഗ്രഹമുണ്ടെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ ഇന്ന് തന്നെ തുടക്കം കുറിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് തുടങ്ങുക. അങ്ങനെ ഓരോ ദിവസവും പടിപടിയായി വളർച്ചയുടെ പടികൾ ചവിട്ടി ചവിട്ടി നമുക്ക് ഒന്നിച്ച് മുന്നേറാം. താങ്ക് യു.